എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എങ്ങനെ പോസിറ്റീവ് ചിന്താഗതികൾ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. നമ്മളൊക്കെ ഓരോ 24 മണിക്കൂറിനുള്ളിലും 30,000 മുതൽ 50,000 വരെ ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഓരോ 24 മണിക്കൂറാകുമ്പോഴും നമ്മൾ ഇത്രയും വന്നു പോകുന്നുണ്ട് ചിന്തകൾ. നല്ലതും ചീത്തതുമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ ഇത്രയും ടൈമിനുള്ളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാരെങ്കിലും ഇത്രയും ചിന്തിക്കുന്നുണ്ടെന്ന് നമ്മളാരെങ്കിലും ഓർക്കാറുണ്ടോ? നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉണർന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചിന്തകളിലേക്ക് പോയി അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ ദിനചര്യകളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും അത്രയും സമയം മുഴുവനായിട്ട് നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും എപ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ചിന്തയില്ലാത്ത ഒരു സമയവും മനുഷ്യനില്ല. എപ്പോഴും നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ 30,000 മുതൽ 50,000 വരെയുള്ള ചിന്തകളിൽ 80% വരെയും നെഗറ്റീവ് ചിന്തകളാണ്. ഓരോ മിനിറ്റിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആരും അത് ശ്രദ്ധിക്കണില്ല, അറിയണില്ല എന്ന് മാത്രം. നമ്മുടെയൊക്കെ ഓരോ മിനിറ്റും ചിന്തകളിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചല്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ മറ്റ് ചിന്തകളും വന്നു പോവാം. അത് പോസിറ്റീവാവാം, നെഗറ്റീവാവാം. നെഗറ്റീവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തളർന്നു പോവുകയാണ് ചെയ്യുക. പോസിറ്റീവാണെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു എനർജി ഫീൽ ചെയ്യും, നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യും. നെഗറ്റീവാണ് നമുക്ക് കൂടുതലും നമ്മുടെ മനസ്സിലുണ്ടാവുക. പോസിറ്റീവ് വളരെ കുറച്ചാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അത്തരം നെഗറ്റീവുകളെ ഇല്ലാതെയാക്കിയിട്ട് പോസിറ്റീവ് മൈൻഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. നെഗറ്റീവ് നമ്മളെ പുറകോട്ട് നയിക്കും, പോസിറ്റീവ് നമ്മളെ മുന്നോട്ടും നയിക്കും. അതെപ്പോഴും ചിന്തിക്കണം. പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്കൊരു ഹാപ്പി ഉണ്ടാവുള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും തൃപ്തിയോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ. പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. നെഗറ്റീവിനെയൊക്കെ പുറന്തള്ളി പോസിറ്റീവ് നമ്മൾ എപ്പോഴും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ചിന്തകളിൽ വരുന്ന ഈ 80% നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചിന്തയിൽ വരുന്ന നെഗറ്റീവ് ചിന്തയുടെ അളവ് എത്രയാണെന്നുള്ളത്. നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ് നമുക്ക് കൂടുതൽ വരുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. സ്വാഭാവികമായിട്ടും അതെ, നമ്മൾ പല കാര്യങ്ങളും ഇല്ലായ്മകളെക്കുറിച്ചും നമ്മുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചും നമുക്ക് ഇനി നാളെ ആ കാര്യങ്ങൾ നടക്കുമോ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അവിടെ പോകാൻ സാധിക്കുമോ, അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് പോകാൻ കഴിയും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും, നാളെ ഇങ്ങനെ ആവും എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല. ചെയ്യാൻ സാധിക്കുമോ, ഒരു ആകുലതയാണ് എപ്പോഴും നമ്മുടെ ഓരോ നിമിഷത്തിലും നമുക്ക് ഉണ്ടാവുന്നത്. ഓരോ കാര്യങ്ങളിലും നമുക്ക് വന്നു പോകണം, എന്താണ് പറ്റുമോ, സാധിക്കുമോ, കഴിയുമോ എന്നൊക്കെയുള്ള അത്തരം ചിന്തകളാണ് നമ്മളെ കൂടുതലും അലട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്നെക്കൊണ്ട് നാളെ അത് ചെയ്യാൻ സാധിക്കും, ഞാൻ നാളെ തീർച്ചയായിട്ടും അവിടെ പോകും, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും എന്നുള്ളൊരു ചിന്ത നമ്മൾ വരുത്തണം. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഇന്ന് ആ പ്രവൃത്തി ചെയ്യും, എത്ര വൈകിയാലും ഞാൻ ഇന്നവിടെ പോകും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ഒരു എനർജി വരുള്ളൂ. നമ്മൾ സ്ഥലത്തേക്ക് പോകാൻ വിചാരിച്ചു, അയ്യോ ഇനിയിപ്പോൾ ഒരു വണ്ടി കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ പോവണ്ടേ, മഴയാണ് അല്ലെങ്കിൽ വെയിലാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ചെന്ന് അവിടെ കാണും, അവരെവിടെ ഇങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് പറയുക അല്ലേ? നമ്മുടെ ഉള്ളിലുള്ളൊരു മടിയും കൂടിയാണ് ഈ നെഗറ്റീവ് തോട്ടിൻ്റെ പ്രധാന കാരണം. നമ്മളപ്പോൾ ചിന്തിക്കേണ്ടതാണ്, ഞാൻ പോയി നോക്കട്ടെ, അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണാൻ ഉദ്ദേശിച്ച് പോകണമെങ്കിൽ അയാളെങ്കിൽ അയാൾക്ക് പകരം മറ്റാരെങ്കിലും അവിടെ ഒരു സ്ഥാപനത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ആ കാര്യം നടക്കും, അവിടെ നിന്ന് അതവിടെ ഉണ്ടായിരിക്കും, അത് സാധിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ പോകാൻ ശ്രമിക്കും. ഈ നമ്മൾ കഴിയില്ലേ, ചെയ്യാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ടൈം ഇവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാവും. നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ സമയം ഒരുപാട് എടുത്തിട്ട് വേണോ വേണ്ടേ എന്ന് ആലോചിച്ച് സാവകാശമൊക്കെയാണ് നമ്മൾ ആ കാര്യത്തിലേക്ക് എത്തുള്ളൂ. പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ കാര്യം സാധിക്കാനുള്ള വഴി, അല്ലെങ്കിൽ എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇതാണ് പോസിറ്റീവ് നെഗറ്റീവുള്ള മെൻറ്റാലിറ്റി കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ.
എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ലൈഫ് ഒന്ന് പുറകോട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കുക, നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ എന്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നമാണ്, ആ പോയാൽ ശരിയാവുമോ, അല്ലെങ്കിൽ ആ കാര്യം നടക്കുമോ, ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവുകളാണ് നമ്മളെ പിന്തുടരുക. അതൊന്നുമില്ലാതെ ഞാൻ പോയി നോക്കട്ടെ, പറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടായിരിക്കും, എന്നെക്കൊണ്ടത് കഴിയുമായിരിക്കും എന്നങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെക്കൊണ്ടത് പറ്റും. ഇനി മുഴുവനായിട്ട് നമുക്ക് സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളതിൻ്റെ ഒരു വശത്തെങ്കിലും എത്തിപ്പെടും. അതാണ് പോസിറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഇത്തരം ചിന്താഗതികളെയൊക്കെ മാറ്റിയിട്ട് എന്നെക്കൊണ്ട് പറ്റും, കഴിയും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പോയാൽ ഇന്ന് സാധിക്കും, ഇത് നടക്കും എന്നുള്ള ഒരു ഉത്തമമായ ഒരു ബോധ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ചിന്തകൾക്കൊരു റീപ്ലേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ഥാനം മാറ്റുക. നമ്മൾ നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ പോസിറ്റീവിന് വേണ്ടിയിട്ടുള്ള ചിന്താഗതി കൊണ്ടുവരിക. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ കഴിയും. അത് ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഇനി മറ്റൊരാൾക്കാരാണ് നമ്മളെ തളർത്തുന്നതെന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ടത് ഞാനത് ചെയ്യും, ഞാനത് സാധിക്കും, ഞാനത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എന്നൊക്കെയുള്ളൊരു ചലഞ്ചൊക്കെ ചില കാര്യങ്ങളിൽ നമ്മളെടുക്കും. പക്ഷേ എന്താണ് ആ ചലഞ്ച് എന്താണ്, ചെയ്ത് കാണിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മളെ മനസ്സിനെ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു വാശിക്കാണെങ്കിലും കൂടി നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും, ഞാനത് ചെയ്ത് കാണിക്കും, ഞാൻ അങ്ങനെ എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വയ്ക്കുന്ന ചലഞ്ച് കൊണ്ടാണെങ്കിലും നമ്മുടെ മൈൻഡ് ഒരു പോസിറ്റീവിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വാശിപ്പുറത്താണെങ്കിൽ നമ്മൾ ആ കാര്യം പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ കാര്യം ചെയ്ത് കാണിക്കുന്നതും. അതാണ് നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചെങ്കിൽ അവിടെ പോസിറ്റീവാണ് അവിടെ വർക്കൗട്ട് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സംഭവിച്ചിട്ടുള്ള മോശം കാര്യങ്ങൾ നമ്മൾ പരമാവധി നമ്മുടെ ചിന്തയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും എത്രയോ മുന്നേ നമ്മളെ ആരെങ്കിലും വല്ലതും പറഞ്ഞ് നമ്മളെ മോശക്കാരാക്കിയിട്ടോ നമ്മളെ കഴിവുകളെക്കുറിച്ച് മോശഭിപ്രായം എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അവരന്നത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോഴും ആകുലപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നോ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും അവരന്നത് പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു നെഗറ്റിവിറ്റി എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ചിന്തകളൊക്കെ അത് കേട്ട വഴിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോരുക. പിന്നെയും അത് വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ച് നമ്മളിലുള്ള ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അതെന്നോ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമായിരിക്കും. കുറേ മുന്നേ കേട്ട കാര്യങ്ങളാണെങ്കിലും നമുക്ക് അടുത്ത ദിവസങ്ങളിലുണ്ടായ അനുഭവങ്ങളാണെങ്കിലും ഒക്കെ എന്താണ്, മോശം കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ അത് അവിടെ ഉപേക്ഷിച്ച് പിന്നെ നമ്മുടെ ചിന്തകളെ പ്രൊഡക്റ്റീവാക്കി മാറ്റുക. നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും അതൊരു ഗുണമുള്ള സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, മോശം കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ഇതൊക്കെയാണ് പ്രൊഡക്റ്റീവാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല നല്ല ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ലൈഫിലാണെങ്കിലും ഒക്കെ ഗുണം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനുതകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലത് മാത്രം ചിന്തിക്കുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചോ മോശം അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒട്ടും ചിന്തിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മോശം കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന നമ്മൾ നെഗറ്റീവായി മാറും. നമ്മുടെ ലൈഫിൽ പിന്നെ ഒരു പോസിറ്റീവിന് ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നല്ലതോ ചീത്തതോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾക്കും നമ്മുടെ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. പോസിറ്റീവായിട്ടിരിക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പലപ്പോഴായിട്ട് തോന്നുന്ന കാര്യമാണ്, അയ്യോ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. അവരൊക്കെ എന്തോ പറഞ്ഞോട്ടെ, നമ്മുടെ ചിന്തയിലാണ് നമ്മൾ നന്മ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണ് നമ്മൾക്ക് നല്ലതിന് വേണ്ടി ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെപ്പോഴും നമ്മുടെ നന്മയൊന്നും കണ്ടുവന്ന് വരില്ല. നമ്മുടെ നന്മ നമുക്കാണ് തിരിച്ചറിയാൻ കൂടുതൽ സാധിക്കുക. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിനേക്കാളും നമ്മുടെ നന്മകളെക്കുറിച്ച് നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമുക്കാണ് ബോധ്യം ഉണ്ടാവുക. മറ്റുള്ളവർ നമ്മുടെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെയാണ് അവർ അറിഞ്ഞിട്ടും കേട്ടിട്ടും ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കാണ് നമ്മളെക്കുറിച്ച് അറിയുക. അപ്പം നമ്മളിലുള്ള ഏറ്റവും നല്ല സംഭവം ഏതാണോ അതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക്
നമ്മുടെ ലൈഫിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവർക്കും ഒരേ കഴിവുകളൊന്നുമല്ല, പലരും പല കഴിവുകൾ കൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ ഒന്നുമല്ല, പലരിലും പല കഴിവുകളാണുള്ളത്. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ലോകം ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാവരിലും കഴിവുകളുണ്ട്, ആരും ഒരു കഴിവില്ലാത്ത ഒരാളുമില്ല. പക്ഷെ നമ്മളത് വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്ന് മാത്രം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവെന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. ചില ആൾക്കാരൊക്കെ കാണാം, നന്നായി പാടുന്ന ആൾക്കാരുണ്ടാവാം, നന്നായി ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവാം, നന്നായി പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നന്നായി പ്രസംഗിക്കുന്നവരുണ്ടാവാം, അല്ലേ? പലരിലും പല കഴിവുകളല്ലേ. നന്നായി ശാരീരികാധ്വാനം നടത്താൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, നല്ല കൃഷിക്കാരുണ്ടാവാം, നല്ല ബിസിനസ്സുകാരുണ്ടാവാം. പലരിലും അതുപോലെ പല കഴിവുകളാണ്. ഓരോരുത്തരും അവരുടെ കഴിവുകൾ ഏതാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവരതിൽ ശോഭിക്കുന്നത്. അപ്പോൾ അത്തരം ചിന്തകളും അതിന് ഏതാണ് എനിക്ക് അറിയാവുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നെക്കൊണ്ട് സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ പോസിറ്റീവാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മളിൽ ഒരുപാട് പോസിറ്റീവാണുള്ളത്, നെഗറ്റീവ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കില്ല. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും നെഗറ്റീവ് കൂടുതലും പോസിറ്റീവ് വളരെ കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കഴിവിലാണ് നമുക്ക് മികവ് പുലർത്താൻ കഴിയുന്നതെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആ മികവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.